വചനം ആത്മമാരിയ ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും കൃപതൻ നിറവായൊഴുകും വിടുതൽ നൽകുന്ന വചനം അറിവിൻ്റെ പൊരുളാകും വചനം സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. മുംബൈ താബോർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും പ്രാർത്ഥനാശംസകൾ. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി സൗഖ്യങ്ങൾ കൊണ്ടും വിടുതൽ കൊണ്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയെക്കുറിച്ചും രക്തത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ് ഏതാനും നിമിഷം നമ്മൾ ധ്യാനിക്കുക. യെശയ്യായുടെ പ്രവചനത്തിൽ 53-ാം അധ്യായത്തിൽ 4-5 തിരുവചനങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കും: നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. വളരെ മനോഹരമായ ശക്തി നിറഞ്ഞ ദൈവത്തിൻ്റെ വചനമാണ്. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. യേശുക്രിസ്തുവിൻ്റെ ക്ഷതങ്ങൾ നമുക്ക് സൗഖ്യം നൽകുന്ന മുറിവുകളായി മാറി, നമുക്ക് വിടുതൽ നൽകുന്ന, അഭിഷേകം നൽകുന്ന, പാപമോചനം നൽകുന്ന മുറിവുകളായി, ക്ഷതങ്ങളായി മാറി. അവൻ്റെ മുറിവുകൾക്കും അവൻ്റെ രക്തത്തിനും വലിയ ശക്തിയുണ്ട്. യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ വളരെയധികം അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നത് കാണുവാൻ ഇടവന്നിട്ടുണ്ട്. കാരണം യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി അത്ര വലുതാണ്. ഒരിക്കൽ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തമിഴ്നാട്ടിൽ ഒരു ധ്യാനത്തിനായിട്ട് പോയതാണ്. അവിടെ പോയപ്പോൾ ശരീരം മുഴുവൻ ചൊറിഞ്ഞ് തടിച്ച് സോറിയാസിസ് രോഗം മൂലം ശിരസ് മുതൽ കാൽപാദം വരെ ചൊറിഞ്ഞ് തടിച്ച് ഉള്ളൊരു രോഗിയെ കാണാനിട വന്നു. ആ വ്യക്തിക്ക് എപ്പോഴും ശരീരം ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കണം. അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ അത്രമാത്രം ഈ അസ്വസ്ഥത അദ്ദേഹത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു, വളരെ ശക്തമായിട്ട്. അദ്ദേഹം വന്ന് അദ്ദേഹത്തിൻ്റെ ഈ വലിയ സങ്കടം, പരിതാപകരമായ അവസ്ഥ ഞങ്ങളുമായിട്ട് പങ്കുവച്ചു. അദ്ദേഹം പറഞ്ഞു, ഫാദർ, ഞാൻ പല വിധത്തിലുള്ള ഡോക്ടർമാരെ കണ്ടു, ആയുർവേദം പരീക്ഷിച്ചു, അലോപ്പതി പരീക്ഷിച്ചു, ഹോമിയോ പരീക്ഷിച്ചു, പക്ഷേ എൻ്റെ ഈ രോഗപീഠയിൽ നിന്ന് സൗഖ്യം ലഭിക്കുന്നില്ല. അങ്ങനെ വളരെ നിരാശനായിട്ട് കടന്നു വന്ന ആ വ്യക്തി ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പോലും അദ്ദേഹം തൻ്റെ ശരീരത്തിൽ എപ്പോഴും ഇങ്ങനെ അസ്വസ്ഥതയോടെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് തൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ പ്രാർത്ഥിക്കാനാണ് ഞങ്ങൾക്ക് പ്രേരണ നൽകിയത്. യേശുവിൻ്റെ രക്തം കൊണ്ട് പൊതിയാനും യേശുവിൻ്റെ രക്തത്തിൻ്റെ നാമത്തിൽ സൗഖ്യം ലഭിക്കാനും വേണ്ടിയാണ് കർത്താവ് പ്രേരണ നൽകിയത്. സ്നേഹമുള്ളവരെ, എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഈ വചനമാണ് കടന്നു വന്നത്. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 3-4 തിരുവചനങ്ങൾ. അവൻ്റെ ക്ഷതങ്ങളാൽ നമ്മൾ സൗഖ്യം പ്രാപിക്കുന്നു. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. ഈ വചനം പലവട്ടം ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഈ വചനം പലവട്ടം ആവർത്തിച്ച് ആ വ്യക്തിയോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. സ്നേഹമുള്ളവരെ, ഞങ്ങൾ ഒരുമിച്ച് ഈ വചനത്തിൻ്റെ ശക്തിയാൽ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹത്തെ കൊണ്ട് പലവട്ടം ഈ വചനം ആവർത്തിച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങളെല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ച് യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം ഈ വ്യക്തിയുടെ ശിരസ്സ് മുതൽ ഉള്ളങ്കാല് വരെ ഒഴുകാനും ഞങ്ങൾ ആ ധ്യാനത്തിനിടയിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ധ്യാനമായിരുന്നു. ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് ചെറിയൊരു ആശ്വാസം വന്ന് ലഭിച്ചു. ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ വചനം വച്ച് നിരന്തരം പ്രാർത്ഥിക്കുക. യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് ശിരസ്സ് മുതൽ ഉള്ളങ്കാല് വരെ പൊതിയപ്പെടാനും
അങ്ങനെ സൗഖ്യം ലഭിക്കാനും വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടു. സ്നേഹമുള്ളവരെ, വലിയൊരു അത്ഭുതം ആ ദിവസങ്ങളിൽ അവിടെ സംഭവിച്ചു. പിറ്റേ ദിവസം ഞങ്ങൾ ആ വ്യക്തിയെ കണ്ടില്ല, രണ്ടാമത്തെ ദിവസം. എന്നാൽ മൂന്നാമത്തെ ദിവസം, ധ്യാനം തീരുന്ന ദിവസം, അദ്ദേഹം ഞങ്ങളെ കാണാൻ വന്നു. അദ്ദേഹം ഞങ്ങളുടെ അരികിലേക്ക് വന്നപ്പോൾ ഞങ്ങൾക്ക് അദ്ദേഹത്തെ കണ്ടപ്പോൾ അതിശയം തോന്നി. അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ആ ചൊറിഞ്ഞ് ഉള്ള തടിപ്പുകളും എല്ലാം മാറിയിരിക്കുന്നു. അദ്ദേഹം യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ യോഗ്യതയാൽ അത്ഭുതകരമായ സൗഖ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. വാസ്തവത്തിൽ പിന്നീട് ആ വ്യക്തിയോട് ചോദിച്ചപ്പോൾ മനസ്സിലായി, അദ്ദേഹത്തിന് ചില അന്ധവിശ്വാസങ്ങളുമായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചില ബന്ധങ്ങളുണ്ടായിരുന്നു. ചില അന്ധവിശ്വാസ പ്രവർത്തനങ്ങളിലൊക്കെ ഈ വ്യക്തി ഏർപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീട് യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാൽ പ്രാർത്ഥിക്കുകയും അതിൽ നിന്നെല്ലാം വിടുതൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ അത്ഭുതകരമായ സൗഖ്യത്തിൽ ആ ധ്യാനാവസരത്തിൽ ആ വ്യക്തി കടന്നു വന്നു. യേശുവിൻ്റെ ഈ വചനം വളരെ ശക്തമായ ഒരു ബോധ്യമാണ് നമുക്ക് നൽകുന്നത്. നമ്മുടെ വേദനകൾ യഥാർത്ഥത്തിൽ അവൻ വഹിച്ചു, നമ്മുടെ ദുഃഖങ്ങൾ അവൻ ചുമന്നു, അവൻ്റെ ക്ഷതങ്ങളാൽ അവൻ നമുക്ക് രക്ഷ നൽകുന്നു, സൗഖ്യം നൽകുന്നു. അവൻ്റെ ക്ഷതങ്ങളാൽ നമ്മൾ സൗഖ്യമുള്ളവരായി മാറുന്നു. യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ അനന്തമായ യോഗ്യത കൊണ്ടാണ് ആ വ്യക്തി സൗഖ്യത്തിലേക്കും വിടുതലിലേക്കും കടന്നു വന്നതെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ രക്തത്തിന് അനന്തമായ ശക്തിയുണ്ട്. മനുഷ്യൻ്റെ രക്തവും യേശുവിൻ്റെ രക്തവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മനുഷ്യൻ്റെ രക്തം അത് നശിച്ചു പോകുന്നതാണ്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് മനുഷ്യൻ്റെ രക്തം മാറിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം 120 ദിവസങ്ങളോളമാണ് മനുഷ്യൻ്റെ രക്തം ജീവിച്ചിരിക്കുന്നത്. അതിനുശേഷം പുതിയ രക്തം ശരീരത്തിലുണ്ടാവുകയാണ്. അപ്പോൾ നമ്മുടെ മനുഷ്യ രക്തത്തിൻ്റെ ആയുസ് എന്ന് പറയുന്നത് 120 ദിവസമാണ്. അതിനുശേഷം പുതിയ രക്തം ശരീരം പുറപ്പെടുവിക്കുകയാണ്. അങ്ങനെ പുതിയ രക്തം വരുന്നു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്തം അത് നിലനിൽക്കുന്നതാണ്, ഒരിക്കലും നശിച്ചു പോകുന്നതല്ല. യേശുക്രിസ്തുവിൻ്റെ രക്തം അനന്തമായ ശക്തിയുള്ളതും അനന്തമായ കാലം നിലനിൽക്കുന്നതുമാണ്. അതാണ് മനുഷ്യൻ്റെ രക്തവും യേശുക്രിസ്തുവിൻ്റെ രക്തവും തമ്മിലുള്ള വ്യത്യാസം. 1 പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 18-19 തിരുവചനങ്ങളിൽ ഇപ്രകാരം പത്രോസ് ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കും. പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതികളിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല, കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലെയുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തത്താലത്രേ. പത്രോസ് ലീഹ തൻ്റെ 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 18-19 തിരുവചനങ്ങളാണ് ഇത് പഠിപ്പിക്കുന്നത്. പിതാക്കന്മാരിൽ നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതികളിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല, കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലെയുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തത്താലത്രേ. സ്നേഹമുള്ളവരെ, നമ്മളെ പ്രത്യേകമായിട്ട് പത്രോസ് ലീഹ ഓർമ്മിപ്പിക്കുകയാണ്. ഈ സ്വർണം, വെള്ളി മുതലായ നശ്വര പദാർത്ഥങ്ങളുണ്ട്. എന്നാൽ അവ അതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഒന്നുമല്ല നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പാപമോചനം ലഭിച്ചിരിക്കുന്നതും നിങ്ങൾ സൗഖ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നതും സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നതും നശ്വരമായ എന്തെങ്കിലും കൊണ്ടല്ല. അതൊക്കെ നശ്വരങ്ങളാണ്. എന്നാൽ അനശ്വരമായ അമൂല്യമായ കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലെയുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തത്താലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, അതാണ് യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി. അത് നിലനിൽക്കുന്നതാണ്, നശിച്ചു പോകുന്നതല്ല, എന്നേക്കുമായിട്ട് നിലനിൽക്കുന്നു. മനുഷ്യവംശത്തിന് സൗഖ്യവും വിടുതലും അഭിഷേകവും കൃപയും ലഭിക്കുന്നത് ഈ യേശുവിൻ്റെ രക്തത്തിൻ്റെ യോഗ്യതയാലാണ്. തിരുവചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ രക്തത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പഴയ നിയമത്തിൽ ലേവ്യരുടെ പുസ്തകത്തിൽ വചനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കും, രക്തത്തിലാണ് ജീവൻ ഇരിക്കുന്നത്. രക്തത്തിൽ ജീവൻ ഇരിക്കുന്നത് കൊണ്ട് തന്നെ പല ഉടമ്പടികളും രക്തത്താലാണ് നടന്നിരുന്നത്. പാപമോചനവും രക്തത്തിലൂടെയാണ് ലഭിക്കുന്നത്. അവിടെ ലേവ്യരുടെ പുസ്തകത്തിൽ 17-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കും, എന്തെന്നാൽ ശരീരത്തിൻ്റെ ജീവൻ രക്തത്തിലാണിരിക്കുന്നത്, അത് ബലിപീഠത്തിന്മേൽ ജീവന് വേണ്ടി പാപപരിഹാരം ചെയ്യാൻ ഞാൻ നൽകിയിരിക്കുന്നു. അതിൽ ജീവനുള്ളതുകൊണ്ട് രക്തമാണ് പാപപരിഹാരം ചെയ്യുന്നത്. ഒരിക്കൽ കൂടെ നമുക്ക് ആ വചനം കേൾക്കാം. രക്തത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വചനം പറയുകയാണ്. ലേവ്യരുടെ പുസ്തകം 17-ാം അധ്യായം 11-ാം തിരുവചനം, എന്തെന്നാൽ ശരീരത്തിൻ്റെ ജീവൻ രക്തത്തിലാണിരിക്കുന്നത്, അത് ബലിപീഠത്തിന്മേൽ ജീവന് വേണ്ടി പാപപരിഹാരം ചെയ്യാൻ ഞാൻ നൽകിയിരിക്കുന്നു. അതിൽ ജീവനുള്ളതുകൊണ്ട് രക്തമാണ് പാപപരിഹാരം ചെയ്യുന്നത്.
അപ്പോൾ സ്നേഹമുള്ളവരെ, രക്തത്തിൽ ജീവനിരിക്കുന്നു. നമുക്കതറിയാം. നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ രക്തത്തിൽ ജീവനിരിക്കുന്നു എന്നുള്ളൊരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം രക്തം നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ മരിച്ചു പോകും. ഒരിക്കൽ ഒരു കാറിൽ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരുന്നൊരു സമയം, യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ തൊട്ടപ്പുറത്തായിട്ട്, ഞങ്ങൾ സഞ്ചരിക്കുന്ന വഴിയുടെ അപ്പുറത്തായിട്ട് ഒരു ആക്സിഡൻറ്റ് നടന്നു. അപ്പോൾ എൻ്റെ കാർ ഓടിപ്പിച്ചിരുന്ന ആ ഡ്രൈവർ പെട്ടെന്ന് തന്നെ കാർ നിർത്തി ഓടിച്ചെന്ന് ആ ആക്സിഡൻറ്റിൽപ്പെട്ട വ്യക്തിയെ സഹായിച്ചു. ആ വ്യക്തിയെ അദ്ദേഹം ഉടനെ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. ആ സമയം മുഴുവൻ ഞാൻ ആ കാറിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹം കുറച്ച് നേരം കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ സോറി, എനിക്ക് ഇങ്ങനെ ആക്സിഡൻറ്റ് കേസുകൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഓടിച്ചെന്ന് അവരെ സഹായിക്കും. കാരണം എൻ്റെ ജീവിതത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അച്ഛാ. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അപ്പൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരിക്കലൊരു സ്കൂട്ടറിലോ ഏതോ വാഹനത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോൾ ഒരു അപകടമുണ്ടായി അദ്ദേഹം റോഡിൽ തെറിച്ചു വീണു. റോഡിൽ തെറിച്ചു വീണതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശിരസിൽ ഒരു മുറിവുണ്ടായി, രക്തം വാർന്നുകൊണ്ടിരുന്നു. ആ മനുഷ്യൻ ഏകദേശം 1-2 മണിക്കൂർ ആ റോഡിൽ അങ്ങനെ തന്നെ കിടന്നു. ആരും അദ്ദേഹത്തെ സഹായിക്കുകയോ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയോ ചെയ്തില്ല. പിന്നീട് പോലീസ് വാഹനങ്ങൾ വന്നാണ് അദ്ദേഹത്തെ എടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പോൾ ആശുപത്രിയിൽ ചെന്ന് ചികിത്സകളൊക്കെ കൊടുത്തെങ്കിലും അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചുപോയി. പക്ഷേ ഡോക്ടേഴ്സ് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ അപ്പന് വേറെ വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു, അദ്ദേഹം രക്തം വാർന്നു പോയാണ് മരിച്ചത്. ഒരുപക്ഷെ ആക്സിഡൻറ്റ് നടന്ന സമയത്ത് 1/2 മണിക്കൂറിനുള്ളിലെങ്കിലും ആരെങ്കിലും ഇവിടെ ആശുപത്രിയിൽ നിങ്ങളുടെ അപ്പനെ എത്തിച്ചിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അതൊരു വലിയ വേദനയായി മാറി. അപ്പൻ അങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ട് റോഡിൽ വീണു, ആരും എടുത്തുകൊണ്ടു പോകാനില്ലായിരുന്നു. അങ്ങനെ ആ മണിക്കൂറുകൾ 1-2 മണിക്കൂർ കിടന്നതുകൊണ്ടാണ് തൻ്റെ അപ്പൻ മരിച്ചു പോയത് എന്നുള്ളൊരു വലിയ സത്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്നും ഒരു നൊമ്പരമായി മാറി. അന്ന് മുതൽ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ എവിടെ ഒരു അപകടം കണ്ടാലും ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അദ്ദേഹത്തിൻ്റെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും മാറ്റിവെച്ച് അവരെയും കൊണ്ട് ആശുപത്രിയിലെത്തിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ അപ്പനെ ഓർക്കുമായിരുന്നു. സ്നേഹമുള്ളവരെ, ആ സംഭവം വളരെ അർത്ഥവത്തായ ഒരു സംഭവമാണ്. കാരണം രക്തത്തിലാണ് ജീവൻ ഇരിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ നിന്ന് രക്തം ചോർന്നു പോയാൽ നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകും എന്ന് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ രക്തത്തിൽ ജീവനുണ്ട്. അതുകൊണ്ടാണ് രക്തത്തിലൂടെ പാപമോചനം സാധിക്കുന്നതും രക്തത്തിന് ഇത്രമാത്രം വിലയുള്ളൂ. അപ്പോൾ മനുഷ്യൻ്റെ രക്തത്തിൽ ഇങ്ങനെ ജീവനുണ്ടെങ്കിൽ യേശുവിൻ്റെ രക്തം, ദൈവത്തിൻ്റെ രക്തം, അത് അനന്തജീവനുള്ള രക്തമാണ്, അത് നിത്യകാലം നിലനിൽക്കുന്ന രക്തമാണ്. ആ രക്തത്തിൻ്റെ വില അമൂല്യമാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 26-ാം അധ്യായത്തിൽ 28-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കും, ഇത് പാപമോചനത്തിനായി ചിന്തപ്പെടുന്നതും അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച്, യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയെക്കുറിച്ച്, പ്രാധാന്യത്തെക്കുറിച്ച് യേശു തന്നെ പഠിപ്പിക്കുകയാണ്. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. അപ്പോൾ യേശുവിൻ്റെ രക്തം പാപമോചനത്തിനായി ചിന്തപ്പെട്ട രക്തമാണ്, ഉടമ്പടിയുടെ രക്തമാണ്. ഈ രക്തത്തിൻ്റെ ശക്തി അനന്തമാണ്. ഈ രക്തത്തിൻ്റെ ശക്തിയാൽ പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യങ്ങളുണ്ടാകുന്നു, അഭിഷേകം ലഭിക്കുന്നു, വിടുതൽ ലഭിക്കുന്നു, സംരക്ഷണം ലഭിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി അപാരമാണ്. നമ്മളത് തിരിച്ചറിയേണ്ട കാര്യമുണ്ട്. അതോടൊപ്പം രക്തത്തിൻ്റെ നാമത്തിലുള്ള പ്രാർത്ഥനകൾ വളരെ ശക്തിയുള്ളതാണ്. നമുക്കറിയാം, പഴയ നിയമത്തിൽ തന്നെ പഴയ നിയമത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഇസ്രായേൽക്കാർ ഈജിപ്തിൽ അടിമത്തിലായിരുന്ന സമയത്ത്, അവർ ഫറവോയുടെ കീഴിലായിരുന്ന സമയത്ത് പല വിധത്തിൽ ദൈവം ഇസ്രായേൽ മക്കളെ ഫറവോയുടെ അടിമത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. അതിലൊന്നും ഫറവോയുടെ മനസ്സിളകാതെ വന്നപ്പോൾ ദൈവം ഫറവോയുടെ അല്ലെങ്കിൽ അവിടുത്തെ ഈജിപ്തിലെ മനുഷ്യരുടെ അവരുടെ ആദ്യജാതരെയെല്ലാം വധിക്കുവാൻ ദൈവം തീരുമാനിച്ചു. അങ്ങനെ ദൈവം തീരുമാനിക്കുകയും അങ്ങനെ ദൈവത്തിൻ്റെ ദൂതൻ ഈ ആദ്യജാതരെ വധിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ആ സമയങ്ങളിൽ ദൈവം ഇസ്രായേൽക്കാർക്ക് കൊടുത്ത അടയാളം ഇതായിരുന്നു, രക്ഷയുടെ അടയാളം ഇതായിരുന്നു. ഓരോ ഭവനത്തിലും ഓരോ കുഞ്ഞാടിനെ കൊന്ന് ആ കുഞ്ഞാടിൻ്റെ രക്തം അവരുടെ കട്ടിളപ്പടിയിൽ തെളിക്കണമെന്നുള്ളതാണ് ദൈവം കൊടുത്ത നിർദ്ദേശം. അപ്പോൾ ഏതൊക്കെ ഭവനങ്ങളിൽ ഈ കുഞ്ഞാടിൻ്റെ രക്തം അന്ന് തെളിച്ചിരുന്നോ, അന്ന് ആ രക്തം കണ്ടതുകൊണ്ട്
സംഹാരദൂതൻ ആ ഭവനങ്ങളിൽ പ്രവേശിക്കാതിരിക്കുകയും മറ്റുള്ള ഭവനങ്ങളിൽ പ്രവേശിച്ച് അവിടെയുള്ള എല്ലാ ആദ്യജാതരെയും, അത് മനുഷ്യരുടെ ആദ്യജാതരെയും മൃഗങ്ങളുടെ ആദ്യജാതരെയും വധിച്ചതായിട്ട് നമ്മൾ വചനത്തിൽ വായിക്കുന്നു. അപ്പോൾ അവിടെ ഇസ്രായേൽ മക്കൾക്ക് ഈ സംഹാരദൂതനിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നത് ഈ രക്തത്തിൻ്റെ അടയാളത്താലാണ്, ഈ കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ അടയാളത്തിൽ. പഴയ നിയമത്തിലെ കുഞ്ഞാടിൻ്റെ രക്തം ഇങ്ങനെ ഇസ്രായേൽ മക്കൾക്ക് സംരക്ഷണവും അതോടൊപ്പം വിടുതലും നൽകുന്ന അടയാളമായി നിൽക്കുന്നു. പുതിയ നിയമത്തിലെ കുഞ്ഞാടായ, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശു ക്രിസ്തുവിൻ്റെ രക്തം അതിനേക്കാൾ എത്രയോ മടങ്ങ് ശക്തിയുള്ളതും അനന്തമായ സാധ്യതകൾ നമുക്ക് നൽകുന്നതും സംരക്ഷണം നൽകുന്നതുമാണ് പുതിയ നിയമത്തിലെ കുഞ്ഞാടായ യേശു ക്രിസ്തുവിൻ്റെ രക്തം. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങളാണ് സംഭവിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ വലിയ വിടുതലാണ് സംഭവിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കുകയാണ്, പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുകയാണ്. വാസ്തവത്തിൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം നമ്മളെ ഓർക്കുന്നു. സ്വർഗം ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം ഒരു കാര്യം ഓർക്കും, അതോടൊപ്പം നരകവും ഒരു കാര്യം ഓർത്ത് വിറയ്ക്കും. എന്ത് കാര്യമാണ് ഓർക്കുന്നത്? യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം ഓർക്കുന്ന കാര്യം ഇതാണ്: യേശുക്രിസ്തു മനുഷ്യമക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരിയിൽ കുരിശിൽ മരിച്ച് അവർ യേശുക്രിസ്തു മനുഷ്യമക്കളെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ചു എന്നുള്ള വലിയ സത്യമാണ് സ്വർഗം ഓർമ്മിക്കുക. സ്വർഗം അത് ഓർമ്മിച്ച് യേശുക്രിസ്തുവിൻ്റെ യോഗ്യതയാൽ മനുഷ്യമക്കളുടെ മേൽ കരുണയും സൗഖ്യവും വർഷിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ 3:16 നമ്മളിങ്ങനെ വായിക്കും: എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ അത്രയധികമായി സ്നേഹിച്ചു. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ പോലും നശിച്ചു പോകാതിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ദൈവം തൻ്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ആ ഏകജാതൻ തൻ്റെ കുരിശുമരണത്തിലൂടെ, തൻ്റെ രക്തത്തിലൂടെയാണ് എല്ലാ മനുഷ്യരെയും രക്ഷിച്ചത്. അപ്പോൾ ഇങ്ങനെ ഏകജാതൻ മനുഷ്യാവതാരം ചെയ്ത ഈ ഏകജാതൻ കുരിശിൽ മരിച്ചതും ഈ മനുഷ്യമക്കളെ രക്ഷിച്ചതും ഈ വലിയ ത്യാഗവും ഈ വലിയ യാഗവും അവൻ്റെ രക്തത്തിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം ഓർക്കുന്നു. സ്വർഗം അതോർത്ത് മനുഷ്യമക്കളുടെ മേൽ കരുണ വർഷിക്കുന്നു. ഈ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് നരകം ഓർക്കുന്നത്? യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നരകം വിറകൊള്ളുകയാണ്. നരകം ആ സമയം ഓർക്കുന്ന വലിയൊരു കാര്യമുണ്ട്. നരകം എന്താണ് ഓർക്കുന്നത്? നരകത്തിലുള്ളവർ എന്താ ഓർക്കുന്നത്? നരകത്തിൻ്റെ ശക്തികൾ എന്താ ഓർക്കുന്നത്? നരകത്തിൻ്റെ ശക്തികൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുന്ന കാര്യം ഇതാണ്. അതായത് യേശുക്രിസ്തു മനുഷ്യനായിട്ട് അവതരിച്ചതും പാടുപീടുകൾ സഹിച്ച് മരിച്ചതും യേശുക്രിസ്തു ഉത്ഥാനം ചെയ്തതും അതോടൊപ്പം മനുഷ്യമക്കളെ രക്ഷിക്കാൻ വേണ്ടി പാപത്തിൻ്റെ അടിമത്തൽ നിന്ന് കുരിശു മരണത്തിലൂടെ മനുഷ്യമക്കളെ രക്ഷിച്ച് പിശാചിനെ തറപറ്റിച്ച് പിശാചിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ച് പിശാചിനെ കീഴ്പ്പെടുത്തിയ സംഭവമാണ് നരകം ഓർക്കുക. യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പിശാച് ഭയന്ന് വിറയ്ക്കുന്നതിൻ്റെ കാരണം ഇതാണ്. പിശാച് ആ ദിവസം ഓർക്കുകയാണ്. യേശുക്രിസ്തു പിശാചിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ച തൻ്റെ കുരിശുമരണത്തിലൂടെ വില നൽകി പിശാചിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ച ആ ദിവസമാണ് തിന്മയുടെ ശക്തികൾ നരകമോർക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥനയ്ക്ക്, ഈ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ നാമത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് ഇത്ര ശക്തിയുള്ളതുകൊണ്ട്. അതാണ് വചനം പറയുന്നത്, യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം ആ ദിവസം ഓർക്കും, യേശുക്രിസ്തു മനുഷ്യമക്കളെ രക്ഷിച്ച ദിവസം ഓർക്കും, നരകം ആ ദിവസം ഓർക്കും, യേശുക്രിസ്തു പിശാചിനെ അടിമപ്പെടുത്തിയ ആ ദിവസം ഓർക്കും. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലുള്ള പ്രാർത്ഥന, രക്തത്തിൻ്റെ നാമത്തിലുള്ള പ്രാർത്ഥന വളരെ ശക്തിയുള്ള പ്രാർത്ഥനയാണ്, അഭിഷേകം ലഭിക്കുന്ന പ്രാർത്ഥനയാണ്, കൃപ നമ്മളിലേക്ക് കടന്നു വരുന്ന പ്രാർത്ഥനയാണ്. നമ്മൾ തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ യോഗ്യതയാലാണ് ദൈവസന്നിധിയിലേക്ക് പ്രവേശനം ലഭിക്കുന്നത് പോലെ ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിൽ 10-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കും:
ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 19-ാം തിരുവചനം, എൻ്റെ സഹോദരരെ, യേശുക്രിസ്തുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട്. എൻ്റെ സഹോദരരെ, യേശുക്രിസ്തുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുക. അപ്പോൾ സ്നേഹമുള്ളവർ, യേശുക്രിസ്തുവിൻ്റെ രക്തത്താലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ യോഗ്യതകളാലാണ് ഇന്ന് നമ്മൾ ക്രിസ്ത്യാനികളായിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ യോഗ്യതയിലാണ് നമുക്ക് പാപമോചനമുള്ളത്. യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ യോഗ്യതയിലാണ് നമുക്ക് പിശാചിൻ്റെ മേൽ അധികാരമുള്ളത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ നാമത്തിൽ ഈ ബോധ്യങ്ങളോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാവും, അഭിഷേകമുണ്ടാകും. അതോടൊപ്പം വിശുദ്ധ രക്തത്തിൻ്റെ ശക്തിയെക്കുറിച്ച് വചനം പറയുകയാണ്. ഈ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ മനസ്സിലുള്ള മുറിവേറ്റ ഓർമ്മകളെ നമുക്ക് സുഖപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. നമ്മുടെ ബോധമനസ്സിലും അബോധ മനസ്സിലും ഉപബോധ മനസ്സിലൊക്കെ കിടക്കുന്ന മുറിവേറ്റ ഓർമ്മകൾ, അനുഭവങ്ങൾ, ഈ മേഖലയിലൊക്കെ സൗഖ്യം കിട്ടുവാൻ നമ്മൾ ചെയ്യേണ്ടത് യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതാണ് കർത്താവ് തിരുവചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുക. ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ 9-ാം അധ്യായത്തിൻ്റെ 14-ാം തിരുവചനത്തിൽ വചനം എങ്ങനെ നമ്മളെ പഠിപ്പിക്കുകയാണ്? നമ്മുടെ അന്ധകരണത്തെ അതിൻ്റെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് മോചിപ്പിക്കുവാൻ ക്രിസ്തുവിൻ്റെ രക്തം എത്രയധികമായി മതിയാവുകയില്ല. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, നമ്മുടെ അന്ധകരണത്തെ അതിൻ്റെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് മോചിപ്പിക്കുവാൻ ക്രിസ്തുവിൻ്റെ രക്തം എത്രയധികമായി മതിയാവുകയില്ല. അതായത് ദൈവത്തിൻ്റെ വചനം നമുക്ക് പറഞ്ഞു തരികയാണ്, നിൻ്റെ മനസ്സിലുള്ള, നിൻ്റെ അന്ധകരണത്തിലുള്ള എല്ലാ ഓർമ്മകളെയും മുറിവുകളെയും കഴുകി സുഖപ്പെടുത്തുവാൻ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിന് സാധിക്കും. അതിനാൽ സ്നേഹമുള്ളവരെ, നിൻ്റെ മനസ്സിൽ കുറേ മുറിവുകളുണ്ടോ, സങ്കടങ്ങളുണ്ടോ, അബോധ മനസ്സിൽ കുറേ അസ്വസ്ഥതകളുണ്ടോ, ബോധമനസ്സിലും ഉപബോധ മനസ്സിലും അസ്വസ്ഥതകളുണ്ടോ, യേശുവിൻ്റെ രക്തത്താൽ നിൻ്റെ മനസ്സിനെ കഴുകാൻ നീ തയ്യാറാവുക. വലിയ സൗഖ്യത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കും. സ്നേഹമുള്ളവരെ, ഈ സമയം ഇത്രയും സമയം നമ്മൾ ധ്യാനിച്ചതും ചിന്തിച്ചതും യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ അമൂല്യമായ ശക്തിയെക്കുറിച്ചാണ്. ആ രക്തത്തിൻ്റെ ശക്തിയിൽ നമ്മൾ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ പൊതിഞ്ഞുള്ള സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ ദിവസവും പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് തിന്മ നിറഞ്ഞ ഇടങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ, തിന്മയുടെ സ്വാധീനമുള്ള വ്യക്തികളുമായിട്ട് ഇടപഴകുമ്പോഴൊക്കെ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ പൊതിഞ്ഞ് എനിക്ക് സംരക്ഷണം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചാൽ അത്ഭുതകരമായ സൗഖ്യത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കും. എനിക്ക് പരിചയമുള്ള ഒരു കുട്ടിയെ ഞാൻ ഓർക്കുകയാണ്. ആ കുട്ടിക്ക് ഒരു ഓഫീസിൽ ജോലി കിട്ടി. വളരെ നല്ല ജോലിയാണ്, നല്ല ശമ്പളവും എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ അവിടെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ ഒത്തിരിയേറെ ജഡികമായ തിന്മകളിൽ പെട്ടുകിടക്കുന്നവരാണ്. ഈ ജോലി കളയാനും ആ കുട്ടിക്ക് താല്പര്യമില്ല. അങ്ങനെ വന്ന് ആ കുട്ടി പിന്നീട് പ്രാർത്ഥിച്ചപ്പോൾ ഒരു തീരുമാനമെടുത്തു. എല്ലാ ദിവസവും യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ് സംരക്ഷണം വാങ്ങി ജോലിക്ക് പോകാൻ ആ കുട്ടി തീരുമാനിച്ചു. സ്നേഹമുള്ളവർ, ആ കുട്ടി എന്നോട് പറയുകയായിരുന്നു, എല്ലാ ദിവസവും ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പ് യേശുവേ, നിൻ്റെ തിരുരക്തം കൊണ്ട് എന്നെ പൊതിയണമേ, ശിരസ് മുതൽ ഉള്ളംകാല് വരെ എന്നെ പൊതിയണമേ, എനിക്ക് സംരക്ഷണം നൽകണമേ, ഒരു തിന്മയും എന്നെ സ്വാധീനിക്കാൻ ഇടവരുത്തരുതെന്ന് പ്രാർത്ഥിച്ചു പോയ അന്ന് മുതൽ എന്തൊക്കെയോ വലിയൊരു സംരക്ഷണം ആ കുട്ടിക്ക് ലഭിച്ചു തുടങ്ങി. പിന്നീട് ആ ഓഫീസിൽ വളരെ കാര്യക്ഷമമായിട്ട് ജോലി ചെയ്യാൻ ആ കുട്ടിക്ക് സാധിക്കുകയും ചെയ്തു. ഒരിക്കൽ ആ കുട്ടി എൻ്റെ അടുത്ത് പങ്കുവയ്ക്കുകയുണ്ടായി. അതേ സ്നേഹമുള്ള ഒരു തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ് നമ്മൾ സംരക്ഷണം ചോദിച്ചാൽ കർത്താവിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിക്കും. പിശാച് നമ്മളെ തൊടാൻ ധൈര്യപ്പെടുകയുമില്ല. ഈ വലിയ ബോധ്യം നമുക്ക് ലഭിക്കുവാൻ ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് അല്പസമയം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, നിൻ്റെ തിരുരക്തത്തിൻ്റെ യോഗ്യത, നിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തി തിരിച്ചറിയാനുള്ള കൃപയും അഭിഷേകവും ഞങ്ങൾക്ക് നൽകണമേ. ഇന്ന് ഞങ്ങൾ ക്രിസ്ത്യാനികളായിരിക്കുന്നത് ഈ തിരുരക്തത്തിൻ്റെ യോഗ്യതയാലാണല്ലോ. ഞങ്ങൾക്ക് പാപമോചനം ലഭിക്കുന്നത് തിരുരക്തത്തിൻ്റെ യോഗ്യതയാലാണല്ലോ. പിതാവായ ദൈവത്തിൻ്റെ അരികിലേക്ക് ഓടിച്ചെല്ലാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത് ഈ തിരുരക്തത്തിൻ്റെ യോഗ്യതയാലാണല്ലോ. ഞങ്ങൾക്ക് പിശാചിൻ്റെ ബന്ധനത്തിൽ നിന്ന്, അടിമത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുന്ന തിരുരക്തത്തിൻ്റെ യോഗ്യതയാലാണല്ലോ. കർത്താവെ, നിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തിയും അഭിഷേകവും തിരിച്ചറിയുവാനും തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ് ദിവസവും യേശുവിൻ്റെ സംരക്ഷണത്തിൽ മുമ്പോട്ട് പോകാനുള്ള കൃപയും അഭിഷേകവും ഞങ്ങൾക്ക് നൽകണമേ. കർത്താവ്, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ
തിരക്തം കൊണ്ട് പൊതിഞ്ഞ് ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ. എല്ലാവിധ രോഗപീഠകളിൽ നിന്നും പൈശാചിക പീഠകളിൽ നിന്നും തിരക്തൻ്റെ ശക്തിയാൽ ഞങ്ങൾക്ക് വിടുതൽ നൽകണമെന്ന് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാ രോഗങ്ങളും പൈശാചിക പീഠകളും ദുശീലങ്ങളും ഈശോയ്ക്ക് സമർപ്പിച്ച് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ഹാലലൂയ്യ, ഹാലലൂയ്യ, ഹാലലൂയ്യ. യേശുവേ നന്ദി, കർത്താവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹാലലൂയ്യ, ഹാലലൂയ്യ, ഹാലലൂയ്യ. സ്നേഹമുള്ളവരെ, ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ തിരക്തം കൊണ്ട് പൊതിയപ്പെടുന്നൊരനുഭവം, കർത്താവിൻ്റെ തിരക്തത്താൽ കഴുകപ്പെടുന്നൊരനുഭവം, സൗഖ്യത്തിൻ്റെ അനുഭവം നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ശംശിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ.